കൊല്ലം തൊടിയൂരിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമേറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സലീം മണ്ണയിൽ മരിച്ച കേസിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായി. തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിളയിലെ യൂസഫ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. കണ്ടാൽ അറിയാവുന്ന 15 ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദാമ്പത്യ തർക്കം പരിഹരിക്കുന്നതിനിടെയാണ് സലീം മണ്ണയിൽ മരിച്ചത്. ബൈക്കിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടി വീഴ്ത്തിയെന്നും FIR-ൽ പറയുന്നു. FIR-ന്റെ പകർപ്പും 24-ന് കിട്ടി. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണമായിട്ട് അവർ വരികയായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രത്യേകിച്ചൊന്നുമില്ല, അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അത് ഞാൻ തടയാൻ ശ്രമിച്ചു. എന്നാൽ പ്രസിഡന്റിനെ അവർ സൈഡിൽ നിന്നും വന്ന ഒരു ചവിട്ടി ചവിട്ടുകയും പ്രസിഡന്റ് താഴെ വീഴുകയും പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലായി പെട്ടെന്ന് വാഹനത്തിൽ കയറ്റി കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയുണ്ടായി. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊല്ലം പാലോലിക്കുളങ്ങര തൊടിയൂരിലെ വൈസ് പ്രസിഡന്റാണ് ഈ മരിച്ച സലീം മണ്ണേൽ. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ രംഗത്ത് കാര്യമായി ഇടപെടുന്ന ആളാണ്, ഒരു പ്രാദേശിക CPM നേതാവാണ്, ഈ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അത്തരത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്നതിനിടയിൽ ഇത്തരത്തിൽ ഇന്നലെ ഒരു കുടുംബത്തിന്റെ ദാമ്പത്യ പ്രശ്നം തീർക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നത്. അതായത് ഈ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ പെട്ടെന്ന് ഈ യുവതിയുടെ ബന്ധുക്കൾ പ്രകോപിതരാകുകയായിരുന്നു. ഈ പ്രകോപനത്തിനിടയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നത്. ഈ മർദ്ദനമേറ്റ് ഇദ്ദേഹം താഴെ വീഴുകയും ചെയ്തു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ജമാഅത്തിന്റെ അംഗങ്ങൾക്കും ഇത്തരത്തിൽ മർദ്ദനമേറ്റതായും പരാതിയുണ്ട്. കരുനാഗപ്പള്ളി പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്ത് വിശദമായ ഒരു അന്വേഷണം നടത്തുകയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ കോയിവിള സ്വദേശിയായിട്ടുള്ള യൂസഫ്, അതേപോലെ തന്നെ തേവലക്കര സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് എന്നിവരെയാണ് ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ യുവതിയുടെ ബന്ധുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ മരിച്ച സലീം മണ്ണേലിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. SK. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.